പലപ്പോഴും പേഷ്യൻസിനുള്ള ഒരു ധാരണയാണ് ലിഗമെന്റ് ഇഞ്ചുറി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ അലോപ്പതിയിൽ സർജറി മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ. ആയുർവേദത്തിൽ അതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വന്നൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രാസ്പൈനൈറ്റസ് ലിഗമെന്റ് ഉണ്ട്. ഇവിടുന്ന് വരുന്ന ഈ ലിഗമെന്റ് 3rd ഡിഗ്രി ടിയർ വന്നൊരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരികയുണ്ടായി. അപ്പോൾ വന്നപ്പോൾ കേസ് ഡിസ്കസ് ചെയ്ത സമയത്ത് പേഷ്യന്റ് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തോളമായി പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനീഷ്യലി ചെറിയ വേദനകളെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത സമയത്ത് പെയിൻ കില്ലറും കുറച്ച് മെഡിസിനും മസിൽ റിലാക്സറിന്റെ കഴിച്ച സമയത്ത് കുറച്ചൊരു ആശ്വാസം കിട്ടി. മെഡിസിൻ നിർത്തുന്ന സമയത്ത് വീണ്ടും പെയിന് തുടങ്ങുക, രാത്രിയിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുക, പെയിൻ കാരണം ഉറങ്ങാൻ പറ്റാത്ത പ്രയാസമൊക്കെ ആയിരുന്നു. അപ്പൊ അവരത് മെഡിസിൻ കഴിച്ച് മടുത്തപ്പോൾ ഒരു പാരമ്പര്യ വൈദ്യത്തിൽ എവിടെയോ ഇതിന് ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരടുത്ത് പോയിട്ട് ഉഴിച്ചിൽ നടത്തിയിട്ട് ഈ കണ്ടീഷൻ വീണ്ടും വഷളായി. പെയിൻ എന്നുള്ളത് കൈ പൊന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരെ എത്തി. അങ്ങനെ അവർ വീണ്ടും ഒരു ഓർത്തോ ഡോക്ടറെ തന്നെ വീണ്ടും കൺസൾട്ട് ചെയ്ത സമയത്ത് അവർ MRI സജസ്റ്റ് ചെയ്ത് MRI എടുത്ത് നോക്കിയപ്പോഴാണ് ഇതിന് ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ട്, ഇതിന് സർജറി ഇല്ലാതെ വേറെ വഴിയില്ല എന്നുള്ള രീതിയിൽ പേഷ്യന്റ് എടുത്ത് പറയുന്നത്. പേഷ്യന്റ് ആണെങ്കിൽ സർജറി ചെയ്യാനുള്ള ഭയം കൊണ്ട് നിരസിക്കുകയും ചെയ്തു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു പിന്നെ നിങ്ങളൊന്ന് ഫിസിയോതെറാപ്പി ചെയ്ത് നോക്കി, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അങ്ങനെയായിട്ട് മുന്നോട്ട് പോകാം. ഫിസിയോതെറാപ്പിക്ക് പേഷ്യന്റ് പോയി ഒരു ആദ്യത്തെ 2-3 ദിവസമൊക്കെ അവർ അറ്റൻഡ് ചെയ്തു. പിന്നെ അതിൽ നിന്നും പെയിൻ അഗ്രവേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം അതും സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പേഷ്യന്റ് എൻ്റെ അടുത്ത് വരുന്നത്. ആ വരുന്ന കേസിൽ തന്നെ അവർക്കും നമ്മളെയും ഒരുപാട് സംശയത്തോടു കൂടിയാണ് കണ്ടത്. ട്രീറ്റ്മെന്റ് വലിയ കാര്യം ഉണ്ടോ, നടക്കോ, ഓൾറെഡി ആയുർവേദം ഒഴിഞ്ഞിട്ട് വഷളായ ഒരു കേസൊക്കെ ആയിരുന്നു. അപ്പൊ അത് എല്ലാം കൺവിൻസ് ചെയ്ത് പേഷ്യന്റിനെ കൗൺസിലിംഗ് ചെയ്തിട്ട് ഒരു 3 വീക്സിന്റെ ഉള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാന്നുള്ള രീതിയിലാണ് പേഷ്യന്റ് എടുത്തത്. അതിലൊരു ഫസ്റ്റ് 1 വീക്കിൽ തന്നെ നമ്മളൊരു ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ പെയിൻ കുറഞ്ഞു വരികയും ഒരു 2nd വീക്കൊക്കെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് പെയിൻ ഒരു 70 to 80% പെയിൻ കുറയും. അവരെ മൂവ്മെന്റ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്തു. അതിൽ തന്നെ പേഷ്യന്റ് ഹാപ്പിയായി, പേഷ്യന്റ് കോൺഫിഡൻസ് വരികയും ചെയ്തു. പിന്നെ ഒരു 1 വീക്കും കൂടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തിട്ട് സ്ട്രെങ്തനിങ് എക്സസൈസും മെഡിസിനും ആയിട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു 2 to 3 months വരെ ഫോളോ അപ്പ് ചെയ്തു. കുഴപ്പങ്ങളൊന്നുമില്ല. അതിനുശേഷം കുറച്ച് എക്സസൈസുകൾ മാത്രം സജസ്റ്റ് ചെയ്തിട്ട് പേഷ്യന്റിനെ പറഞ്ഞു വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.